ആഡ് പെർഫോം ചെയ്യുന്നുണ്ടോ, എന്തുകൊണ്ട് പെർഫോം ചെയ്യുന്നില്ല എന്നുള്ളൊരു പിറകെ പോകുന്നൊരു കുറവായിട്ടാണ് കാണുന്നത്. ബേസിക് ആയിട്ട് എന്തൊക്കെ ട്രാക്ക് ചെയ്യണമെന്നുള്ളത്. എനർജി കമ്പനിക്ക് വേണ്ടി ക്യാമ്പയിൻ ചെയ്യുന്നുണ്ട്. ആ ക്യാമ്പയിൻ റൺ ചെയ്ത് കഴിയുമ്പോൾ സംഭവിച്ചതെന്ന് വെച്ചാൽ കൺവേർഷൻ ഭയങ്കര ഡൗൺ ആയി. കാരണം അതൊരു പുതിയ ഫീച്ചർ അവർ കൊണ്ടുവന്നു. അവരാദ്യം ഡയറക്റ്റ്ലി കോൾ വിളിച്ചിട്ട് കോളിൽ നിന്ന് കൺവേർട്ട് ആവുന്ന ഒരു ഫീച്ചറാണ്, ഒരു മെത്തേഡായിരുന്നു അവർ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം അവർ ആക്ച്വലി ഈ പറഞ്ഞ ഡയറക്റ്റ്ലി ഓൺലൈൻ തന്നെ യൂസർക്ക് ഈ പറഞ്ഞ രജിസ്റ്റർ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊണ്ടുവന്നു. അപ്പോൾ എന്താ പറ്റുകയെന്ന് വെച്ചാൽ ഈ സ്റ്റെപ്പിനകത്ത് ഒരു അഡ്രസ്സ് പിക്ക് ചെയ്യുന്ന സ്റ്റെപ്പിനകത്ത് ഡ്രോപ്പ് ഓഫ് ഉണ്ടായി. കാരണം അഡ്രസ്സ് പിക്ക് ആവുന്നത് എന്തൊരു ടെക്നിക്കൽ ഇഷ്യൂ ആയിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ഞാനന്ന് ഓരോ സ്റ്റെപ്പും ട്രാക്ക് ചെയ്യുന്നുണ്ട്. ലാൻഡിംഗ് പേജിൽ വരുന്നുണ്ട്, സ്റ്റെപ്പ് 1 കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്, സ്റ്റെപ്പ് 2 കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്, സ്റ്റെപ്പ് 3യിലാണ് എനിക്ക് വരുന്നത്. മെജോറിറ്റി ഓഫ് യൂസേഴ്സും ഡ്രോപ്പ് ഓഫ് ആണ് സ്റ്റെപ്പ് 3 എന്നാണ് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ സ്റ്റെപ്പ് 3 എടുത്ത് ഞാൻ അനലൈസ് ചെയ്തു അതിൻ്റെ അടുത്ത്. അപ്പോൾ എനിക്ക് മനസ്സിലായി അവിടുത്തെ ആ API അഡ്രസ്സ് പിക്ക് ചെയ്യാനുള്ള API എല്ലാ ടൈമിലും സക്സസ് ആവുന്നില്ല, ഫെയിലർ ആവുന്നില്ല. അന്ന് ആ ഡാറ്റ ഇല്ലായിരുന്നുവെങ്കിൽ ആ ക്യാമ്പയിൻ പരാജയപ്പെട്ടിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ ഓരോ സ്റ്റെപ്പും ക്ലിയറായിട്ട് ട്രാക്ക് ചെയ്ത് അവൻ എന്തൊക്കെ ചെയ്യുന്നു മൈന്യൂട്ടായിട്ട് നമ്മൾ ഡാറ്റ എടുത്തിട്ട് അനലൈസ് ചെയ്യണം. എവിടെയാണ് ഡ്രോപ്പ് ഓഫ്, എവിടെയാണ്, എന്നാൽ മാത്രം നമുക്ക് ഇന്നത്തെ രീതിയിലൊരു ക്യാമ്പയിൻ സക്സസ്ഫുൾ ആക്കി മാറ്റാൻ പറ്റുള്ളൂ.